കോൺഗ്രസ് വലിയ ആവേശത്തിലാണ്. കോൺറാഡ് കെ സാഗ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ 15 നേതാക്കൾ കോൺഗ്രസിൽ ചേർന്ന വാർത്തയാണ് ആ സന്തോഷത്തിന് പിന്നിൽ. പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ ബിത്തോം സക്തം അടക്കമുള്ള നേതാക്കളാണ് പാർട്ടിയിലെത്തിയത്. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ലോക്സഭാ എംപിയുമായ സുപോങ് മറേൻ ജാമേർ, വർക്കിംഗ് പ്രസിഡന്റ് ഗിരിയേഡി തിയനു എന്നിവർ ചേർന്ന് നേതാക്കളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. പാർട്ടി സെക്രട്ടറിമാരായ ബിപിൻ കുമാർ ഷാ, അഖിതോ ചിഷി, മീഡിയ സെക്രട്ടറി സിമോ, മഹിളാ സംസ്ഥാന നേതാവ് ഇല്ലിന സോഹെ തുടങ്ങിയ പ്രമുഖരും യുവജന വിഭാഗം നേതാക്കളുമാണ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത്. അതേസമയം NPP നേതൃത്വവുമായി അതൃപ്തിയുണ്ടായതുകൊണ്ടല്ല പാർട്ടി വിട്ടതെന്നാണ് നേതാക്കൾ പ്രതികരിച്ചത്. രാഷ്ട്രീയപരമായ മുന്നേറ്റമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളെ കൂടുതൽ മികച്ച രീതിയിൽ സേവിക്കാൻ ഏറ്റവും ഉത്തമം കോൺഗ്രസ് ആണെന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് പാർട്ടിയിൽ ചേർന്നതെന്നും നേതാക്കൾ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് വലിയ മാറ്റം കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. യുവാക്കൾക്ക് വളരാൻ ഏറ്റവും മികച്ച കളരിയാണ് കോൺഗ്രസ് എന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. 2003 വരെ നാഗാലാൻഡിൽ കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിൽ. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ സംഘടനാ ശക്തി തകർന്നു. 2003 ശേഷം തുടർച്ചയായി NPP ആയിരുന്നു സംസ്ഥാനത്ത് ഭരണത്തിലെത്തിയത്. എന്നാൽ 2018 NPP BJP സഖ്യം NPPയെ വീഴ്ത്തി അധികാരം പിടിച്ചു. 2023 നടന്ന തിരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന് തന്നെയായിരുന്നു വിജയം. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനമായിരുന്നു സംസ്ഥാനത്ത് കോൺഗ്രസ് കാഴ്ചവെച്ചത്. കടുത്ത പ്രതിസന്ധികൾക്കിടെയും സുപോങ് മറേൻ ജാമിർ ലോക്സഭയിലേക്ക് വിജയിച്ചു. നില മെച്ചപ്പെടുത്തുന്നതിനിടയിൽ മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കൾ എത്തുന്നത് ആവേശത്തോടെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്. നേതാക്കളുടെ പ്രവേശനം വലിയ വഴിത്തിരിവാണെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. സാധാരണ നിലയിൽ ഭരിക്കുന്ന പാർട്ടിയിലേക്കാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ നേതാക്കൾ ചേക്കേറാറുള്ളത്. എന്നാൽ കോൺഗ്രസിലേക്ക് നേതാക്കൾ എത്തിയതോടെ പാർട്ടിക്ക് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ജനപിന്തുണയാണ് വ്യക്തമാകുന്നത്. തങ്ങൾ ഒന്നിച്ച് നാഗാലാൻഡിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ട്. അതേസമയം നിരവധി പ്രശ്നങ്ങൾ ഇന്നും നേരിടുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ്. 1997 ഇന്തോ നാഗ രാഷ്ട്രീയ സംവാദം ആരംഭിച്ച നാൾ മുതലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ വഞ്ചനയാണ് നാഗ രാഷ്ട്രീയ പരിഹാരമാകാത്തതിന് പിന്നിലെ കാരണമെന്ന് നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് പറയുന്നു. തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ 2025 ജനുവരി 13 ഡൽഹി ഹൈക്കോടതി വീണ്ടും ജാമ്യം നിഷേധിച്ച അലംല ജാമിർ കിലോൺസർ NSCM-IM കേസ് ഉദ്ധരിച്ച് സംഘം ഇന്ത്യൻ സർക്കാരിനെ തീവ്രവാദ സംഘടന എന്ന പദം ഉപയോഗിച്ച് അശ്രദ്ധമായി ആക്ഷേപിച്ചു. 2002 നവംബർ 18 മിലാൻ ധാരണാപത്രത്തിന്റെ സ്പിരിറ്റിന് എതിരാണ് അത് പറഞ്ഞത്. ഈ ധാരണാപത്രം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരം NSCN നിരോധനം നിർത്തലാക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ബോധപൂർവമായ തീരുമാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇന്തോ നാഗ രാഷ്ട്രീയ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് ധൈര്യമുണ്ടെങ്കിൽ വഞ്ചനയുടെ പ്രവൃത്തികൾ അകന്നു നിൽക്കേണ്ടതായിരുന്നുവെന്ന് NSCN-IM പ്രസ്താവിച്ചിരുന്നു. നാഗാലാൻഡ് മുഖ്യമന്ത്രി നെയ്ഫ്യൂ റിയോ എല്ലാ നാഗ രാഷ്ട്രീയ ഗ്രൂപ്പുകളോടും പങ്കാളികളോടും ജനങ്ങളുടെ ആഴമായ അഭിലാഷത്തോട് സംവേദനക്ഷമത കാണിക്കാൻ അഭ്യർത്ഥിച്ചു. കൂടുതൽ കാലതാമസം കൂടാതെ ഒരു പരിഹാരത്തിലെത്തുമെന്ന് ഉറപ്പാക്കുന്നു. ഈ ലക്ഷ്യം കൈവരിക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ തുടരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. 14ാമത് നാഗാലാൻഡ് നിയമസഭയുടെ 5ാം സമ്മേളനത്തിന്റെ അവസാന ദിവസം നാഗ രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ തന്റെ സമാപന പ്രസംഗത്തിലാണ് റിയോ ഈ പരാമർശങ്ങൾ നടത്തിയത്.